എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒയാസിസ് മീഡിയയുടെ സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം എന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള 10ാമത്തെ എപ്പിസോഡാണിത്. യേശുക്രിസ്തു അവലംബിച്ച മാതൃകയിൽ യേശുവിൻ്റെ അധ്യാപനത്തിന് വേണ്ടി ഉപമകളെ അവലംബമാക്കിയിട്ടുണ്ട്. ആ ഉപമകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ചില എപ്പിസോഡായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആത്മീകവും ധാർമ്മികവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമകൾ എന്ന ഭാഗത്ത് അവസാനത്തെ ഭാഗം പോർഷനാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിങ്ങനെയാണ്: പാപത്തിലെ പഴയ ജീവിതവും ക്രിസ്തുവിലെ പുതിയ ജീവിതവും. പ്രധാനപ്പെട്ട 6 ഉപമകൾ ഇതിൻ്റെ അകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മണവാളനും തോഴ്മക്കാരനും എന്ന ഉപമ മത്തായി 9-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 5-ലും അത് ആവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രയോഗം പുതിയ തുണിയും പഴയ വസ്ത്രവും. അത് മത്തായി 9:16, ലൂക്കോസ് 5:36 ഭാഗങ്ങളിലാണ്. മൂന്നാമത്തത് പുതിയ വീഞ്ഞും പഴയ തുരുത്തിയും എന്നൊരു പ്രയോഗമുണ്ട്. മത്തായി 9:16, ലൂക്കോസ് 5:37, 38, 39 വാക്യങ്ങളാണ്. നാലാമത്തെ ഉപമ ചന്തസ്ഥലത്തെ കുട്ടികളെ കുറിക്കുന്ന ഉപമകളാണ്. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്, 16 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 7-ലും അത് പറയുന്നുണ്ട്. 2 കടക്കാരുടെ ഉപമകളുണ്ട്. ലൂക്കോസ് 7:4 മുതൽ. വീട്ടുടയവൻ്റെ ഉപമ മത്തായി 13:52. ഇത്രയും 6 ഉപമകളാണ് പാപത്തിലെ പഴയ ജീവിതവും ക്രിസ്തുവിലെ പുതിയ ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വിശദീകരിക്കുന്ന ഉപമകൾ. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട 2 ഉപമകൾ, നമുക്ക് കാര്യപ്രസക്തമായ 2 ഉപമകൾ അതിൽ നിന്നെടുക്കാം. ഒന്ന് പുതിയ തുണിയും പഴയ വസ്ത്രവുമാണ്. ഈ പുതിയ തുണിയും പഴയ വസ്ത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം? ക്രിസ്തുവിലുള്ള പഴയ ജീവിതം അത് പഴയ തുണി തന്നെയാണ്. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം അത് പുതിയ തുണിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഇവ തമ്മിൽ ചേർന്ന് പോകുകയില്ല. ഒരു പഴയ തുണിയോട് പുതിയ തുണി ചേർത്ത് തുന്നുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന കീറൽ വലുതായിത്തീരും. ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാതെ വരും എന്നാണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായ, പൗലോസ് പറഞ്ഞൊരു പ്രയോഗമാണ്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പുതിയതിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയും. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയതിനെ ധരിക്കുക. പഴയ വസ്ത്രത്തിലേക്കൊരു പുതിയ തുണിക്കണ്ടം ചേർത്ത് തുന്നാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. യേശുവിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കാൻ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ വ്യത്യസ്തതയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, യേശു ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന നിലയിൽ മുന്നോട്ട് പോകും. പഴയ നിയമത്തിലൊക്കെ നമുക്കറിയാം, പാപം പെരുകിയ ഒരു കാലഘട്ടത്തിൽ, പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ കഠിനമായൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ആ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ അവൻ മരണം കാണാതെ എടുക്കപ്പെടുകയാണ്. കാരണം ആദമ്യ പാപത്തിൻ്റെ ശിക്ഷാ നടപടിയായ മരണം, മണ്ണിലേക്ക് വിലയം പ്രാപിക്കുന്ന മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം അവനെ ജീവനോടെ അല്ലെങ്കിൽ മരണം കാണാതെ അവനെ എടുത്തുകൊണ്ടു പോകുന്ന നീതിമാനായ മനുഷ്യനെക്കുറിച്ച് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ക്രിസ്തുവിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ അവൻ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്. ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത് പറഞ്ഞൊരു പ്രയോഗം പുതിയ വീഞ്ഞും പഴയ തുരുത്തിയാണ്. ഈ തുരുത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇംഗ്ലീഷിൽ ജാർ എന്ന പ്രയോഗമാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് തുകലുകൊണ്ടുണ്ടാക്കിയ ഒരു ജാറാണ്. അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് കയ്യിൽ കരുതാറുണ്ട്. വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് വീഞ്ഞ് ശേഖരിച്ച് വയ്ക്കുന്നൊരു പതിവ് അവർക്കുണ്ടല്ലോ. അത് ഈ തുരുത്തിയിലാണ് കൂടുതലായിട്ട് ശേഖരിച്ച് വെക്കുക. തുരുത്തി ഞാൻ പറഞ്ഞു, അത് തുകൽ കൊണ്ടുള്ളതാണ്, പർച്ചുമൻസാണ്, തുകൽ കൊണ്ടുള്ളതാണ്. ഈ തുകലിനൊരു പ്രത്യേകതയുണ്ട്. അതിന് കുറേയേറെ വികസിക്കാൻ പറ്റും. ഒരു പരിധി വരെ വികസിക്കാൻ കഴിയും, പിന്നീട് അത് പൊട്ടിപ്പോവും. അപ്പോൾ പുതിയ വീഞ്ഞ് കൊണ്ട് പകരുന്നത് പുതിയ തുരുത്തില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു പുതിയ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ പുതിയ വീഞ്ഞ് ഈ വീട്ടുടമസ്ഥൻ കൊണ്ടുവന്നിട്ട് ശേഖരിച്ചു വെക്കുക. അതൊരു പുതിയ തുരുത്തിയിലേക്ക് ശേഖരിച്ചു. ഉദാഹരണത്തിന്, സ്വാഭാവികമായി അല്പം കഴിഞ്ഞപ്പോൾ ഈ വീഞ്ഞ് നുരയ്ക്കാൻ തുടങ്ങി. നുരയ്ക്കുമ്പോൾ അത് വർദ്ധിക്കും. വർദ്ധിച്ചപ്പോൾ, ഒഴിച്ചതിനേക്കാൾ കൂടുതൽ വീഞ്ഞ് വർദ്ധിച്ചപ്പോൾ തുകലായതുകൊണ്ട് ഇത് അല്പം വലിഞ്ഞു കൊടുക്കും. വീണ്ടും പിറ്റേ ദിവസം എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടെ ആകും, അപ്പോൾ വലിഞ്ഞു കൊടുക്കും. എത്രമാത്രം വലിഞ്ഞ്
വികസിക്കാൻ കഴിയുമോ അത്രയും വികസിക്കും ഈ തുരുത്തി. കുറേ കഴിയുമ്പോൾ വീട്ടുടയൻ ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇത് പകരും. കാരണം ഇനി അതിരുന്നാൽ തുളുമ്പിപ്പോവും. ഈ വീഞ്ഞ് മാറ്റി കുറേ നാൾ കഴിഞ്ഞു, വീണ്ടും പുതിയ വീഞ്ഞുമായി വീട്ടുടയൻ വരിക. വീണ്ടും പുതിയ വീഞ്ഞുമായിട്ട് വരിക. വന്നിട്ട് പഴയ തുരുത്തി ഉണ്ടല്ലോ, ആ വികസിച്ച തുരുത്തി, അതിലേക്ക് ഈ വീഞ്ഞു പകരുകയാണ്. എന്താ സംഭവിക്കുക? അന്ന് രാത്രി തന്നെ വീഞ്ഞു നുരയ്ക്കും, വീഞ്ഞു വർദ്ധിക്കും. പക്ഷേ ഈ തുരുത്തിക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, വികസിക്കാൻ കഴിയില്ല. കാരണം ഇതിന് പരമാവധി ഇത് വികസിച്ചിരിക്കുക. സ്വയുടെ തുരുത്തി പൊളിയും, തുരുത്തി പൊട്ടും. എന്നിട്ട് വീഞ്ഞ് നഷ്ടപ്പെടും, തുരുത്തിയും പോവും. ക്രിസ്തുവിൽ ഒരുവനായാൽ അവനൊരു പുതുക്കത്തിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. ഈ പുതിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ പഴയതിലേക്ക് പുതിയതിനെ പകരാൻ കഴിയില്ല. പരിപൂർണമായ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയും. പരിപൂർണമായൊരു മാറ്റം. ദൈവത്തിന് തിരികെ നടന്ന മനുഷ്യൻ, വെളിച്ചത്തിന് തിരിഞ്ഞു നടന്ന മനുഷ്യൻ പോകുന്ന വഴിയിൽ ഒരു വേള നിന്നിട്ട് നേരെ ഘടകമായി അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് വെളിച്ചത്തിന് നേരെ തൻ്റെ മുഖം ആക്കി വെച്ചിട്ട് തിരികെ നടക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഈ മാനസാന്തരം എന്ന് പറയും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീണ്ടും പുറകോട്ട് പോയി വീണ്ടും തിരിച്ചു വരുന്ന പ്രക്രിയയല്ല മാനസാന്തരം. ക്രിസ്തുവിൽ ഒരുവനാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ക്രിസ്തുവിൽ ഒരുവനായി കഴിയുമ്പോൾ അവൻ പുതിയ വീഞ്ഞ് പകർന്നവനായി മാറുന്നു. ആ പുതിയ വീഞ്ഞ് അവൻ്റെ പുതിയ തുരുത്തിയിലെ അവൻ ഏറ്റെടുക്കാൻ പറ്റും. പഴയ മനുഷ്യനിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. അതിലൂടെ ആ വ്യക്തിയുടെ ജീവിതവും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ക്രിസ്തുവും അതിലൂടെ ചർച്ചയ്ക്ക് വിധേയനാകേണ്ടി വരും. ഈ വീഞ്ഞ് നഷ്ടപ്പെടുന്നു, തുരുത്തി പൊളിയുന്നു. യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഒരു വല്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. ഉപദേശ സംബന്ധമായും ആത്മീയ ജീവിത സംബന്ധമായും ദൈവശാസ്ത്ര സംബന്ധമായിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ സഭ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ മിക്കവാറും നമ്മളുടെ പ്രഭാഷണങ്ങളും നമ്മുടെ വിശ്വാസവും ജീവിതശൈലികളും ഒക്കെ ഈ പഴയ തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞ് പകരാനുള്ള ശ്രമമാണ്. തുരുത്തി പുതിയതാക്കാതെ എത്ര പുതിയ വീഞ്ഞ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പഴയ സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പുതിയതിനെ പകരാൻ ശ്രമിക്കുമ്പോൾ പഴയത് പൊളിയുകയും പുതിയത് നഷ്ടപ്പെടുകയും ചെയ്യും. പഴയതും പുതിയതും എന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കാണും. ഈവൻ ഞാൻ ഈ എപ്പിസോഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ പാട്ടാണോ നല്ലത്, പുതിയ പാട്ടാണോ ശരി എന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയതോ പുതിയതോ എന്നുള്ളതാണോ ഇവിടെ വിഷയം? പുതിയത് പകരണമെങ്കിൽ ഈ തുരുത്തി പുതിയതാക്കി മാറ്റണം. പഴയ തുരുത്തിയിലേക്ക് പുതിയത് പകരാൻ കഴിയുക. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള ജീവിതം അതുതന്നെയാണ്. ഇവിടെ പാപമാണ് ഈ പഴയതെന്ന് പറഞ്ഞത്. പാപത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പകരാൻ പറ്റില്ല. പകർന്നാൽ തുരുത്തി പൊളിയും, ക്രിസ്തുവും പൊളിയും എന്നർത്ഥത്തിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പേരും വലിച്ചിഴക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനല്ല കുഴപ്പം, വീഞ്ഞിനല്ല കുഴപ്പം, പിന്നെ കുഴപ്പം ആർക്കാണ്? തുരുത്തിക്കാണ്. പാപത്തിലെ നമ്മുടെ ജീവിതത്തെ മാറ്റാതെ ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും തുരുത്തി പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തുരുത്തി പുതിയതാക്കുക. വീഞ്ഞിനല്ല കുഴപ്പം, തുരുത്തിക്കാണ്. തുരുത്തി നമ്മളാണ്, നമുക്കാണ് കുഴപ്പം. നമ്മൾ പുതുതായി വരണം. അതിനാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ ദിനം പ്രതി മാനസാന്തരമുള്ളവരായി മാറും. വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസങ്ങളും മാനസാന്തരമുള്ളവർ. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ഭാഗം ദൈവത്തോട് നമ്മൾ അഭയാചന കഴിക്കുന്നത്, ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിൻ്റെ അരികിൽ വരാൻ യോഗ്യനല്ല എന്ന് തുറന്നു പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട് എന്ന് നമ്മൾ തുറന്നു പറയുന്നത്, ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളാകുന്ന തുരുത്തിയെ പുതുതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ വല്ലാത്ത അരക്ഷിതാവസ്ഥയും പാപചിന്തകളും മോഹങ്ങളും പിന്നെ നമ്മളുടെ ആത്മീയ മേഖലയിലുള്ള രാഷ്ട്രീയവും പൊളിറ്റിക്സും മറ്റു തര കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം
മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ തകരാൻ കാത്തിരിക്കുന്ന തുരുത്തി പോലെ, എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു തുരുത്തി, ഞാനൊരു തമാശ പോലെ പറഞ്ഞാൽ ആക്രിക്കാർക്ക് പോലും എടുത്തുപയോഗിക്കാൻ കഴിയാത്ത തുരുത്തി പോലെ ആത്മീയ മനുഷ്യൻ മാറിയൊരു ഘട്ടത്തിൽ ക്രിസ്തുവിന് പുതിയതായി നമുക്ക് വേണ്ടി പകരാനൊന്നും കഴിയാതെ വരും. അതുകൊണ്ട് നമുക്കൊന്ന് മാറേണ്ടത് അനിവാര്യതയാണ്. ആത്മീയ ലോകത്തിൽ മൂല്യച്യുതികളെ മാറ്റി നമുക്കും പുതുതായി മാറാൻ കഴിയണം. അതവിടെ നേതാവെന്നോ അണിയെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അതിനാണ് ക്രിസ്തു ആദ്യം മാതൃക കാണിച്ച് തന്നെ താഴ്മയ്ക്ക് വേണ്ടി ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ച്. നിങ്ങൾ കഴുകുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കഴുകി കാണിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. ക്രിസ്തു നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുമ്പോൾ പുതുക്കമുള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ക്രിസ്തു പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, ക്രിസ്തു പിതാവിനോട് അപേക്ഷ കഴിക്കുമായിരുന്നല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നല്ലോ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു പുതുക്കമുണ്ടാകും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടതും ക്രൂശീകരണത്തിലൂടെ നമുക്ക് രക്ഷ ലഭ്യമായത്. അതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സന്ദേശം പറയും. നമുക്ക് പുതുക്കമുള്ളവരായി മാറാം. പാപത്തിലെ പഴയ ജീവിതത്തോട് പരിപൂർണമായി വിട പറഞ്ഞ് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്ക് തീരാൻ സർവശക്തൻ എല്ലാ കൃപകളും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.